നാരായണ ഭഗവാനെ, സ്നേഹം വന്ന് കയറിവിട്ടത് കണ്ടാ സ്വന്തം വീട് പോലെയായി. ചേച്ചി, ഞാനത് ഓർത്തില്ല. എന്റെ സ്വഭാവം ആരെങ്കിലും ഇങ്ങോട്ട് അടുപ്പം കാണിച്ചാൽ ഞാൻ സെന്റിമെന്റലാവും. ഞാനും അങ്ങനെ തന്നെയാ. ആരെങ്കിലും എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് താളം ചവിട്ടിയാ കേറി വരാൻ ഞാനും പറയും. ഞാനിതാ ഫോണിൽ ചേച്ചി ഇല്ല, ശരിയാവൂല. ഒരു കാര്യം, കൈ ഇങ്ങോട്ട് വന്നേ. കൈ കൊടുക്കാൻ വേണ്ടി ഇല്ലേ ചേച്ചി? ഇങ്ങോട്ട് എന്റെ കൈ പോയി. നിങ്ങള് വർത്താനം പറഞ്ഞോണ്ടിരി, ഞാൻ പോയി വല കുടിക്കാനാ തിന്നാനാ. ഇപ്പൊ കേപ്പിക്കാവേ. എവിടാ പഠിക്കുന്നത്? അയ്യോ, ഞാൻ ഓർമ്മിച്ചില്ല. ഞാൻ പഠിക്കുന്ന കാര്യം ചോദിച്ചല്ലേ? അയ്യോ, ഒരു ചിരി ഇടയ്ക്ക് കേട്ടു, പിന്നെ ആവിയില്ല, അനക്കോയില്ല. സാധിക്കും. ഇനി ഇത് സാധിക്കും, ഞാൻ അങ്ങോട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടുപേരും കുടിക്കണം. അയ്യോ, അങ്ങനെ സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് കുടിക്കണം. അയ്യോ, രണ്ടുപേരും മനംപൊരുത്തം കണ്ട ചിരി വന്നതും ഒരുമിച്ച്. ഞാൻ ഇപ്പൊ സ്ലിപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയത്. സ്ലിപ്പ് ചെയ്ത് കുടിക്കണം, അതാണ് ശരി. ഏതായാലും ഒരു തെറ്റ് കാരണം നിങ്ങളെ ഇനി സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ തുടങ്ങാമേ. ശാരദേ, ശാരദേ, വീട്ടിൽ പോയിരിക്കാ. കുഞ്ഞുഞ്ഞാമ്മയുടെ വീട്ടിൽ ഒരു കമ്മിറ്റിയുടെ ചായ വേണമെങ്കിൽ. സതി പേടിക്കണ്ട, ഈ കുഞ്ഞുഞ്ഞമ്മ ഒന്നിനും ഇനി ഡയറക്റ്റായി ആക്രമിക്കില്ല, ഉറപ്പാ. ഉറപ്പ് കിട്ടിയാ മതി. തിരിച്ച് ഞാനും ഒരു ഉറപ്പ് തരി കാണും. മറ്റാരുടെ റെക്കമെൻഡേഷനേക്കാളും ഞാൻ വരുന്നത് ഇനി മുതൽ കുഞ്ഞമ്മയുടെ റെക്കമെൻഡേഷൻ ആയിരിക്കും. സത്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ധൃതി, നമുക്ക് കുടിച്ചിട്ട് അയ്യോ, ശാരദയുടെ ശബ്ദമല്ലേ? ഞാൻ അകറിയിരിക്കട്ടെ. അത് തന്നെ, ടെറസിൽ ഇരുന്നാ മതി. അല്ലെങ്കിൽ ലീലാവതി വിചാരിക്കും നമ്മൾ തമ്മിൽ ഒന്നായെന്ന്. സാധി കുഞ്ഞിനോട് ചൂടാവണം, ഭയങ്കരമായിട്ട് ഫയർ ചെയ്യണം. അതൊക്കെ കുഞ്ഞ് തിരിച്ചു ഉടക്കണം. അങ്ങനെ കയറി വന്ന് ഒടക്കിട്ട് പോവാൻ വീട്ടിനകത്ത് വന്നല്ല, മാറ്റി വെച്ചിട്ട് ഉടക്കും. സതിയെ അറിയാം, പറഞ്ഞു കൊടുക്കണല്ലേ? അയ്യോ, അത് ശരിയായില്ല. പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. അയ്യോ, ഉപദേശിക്കണ്ട. അയ്യേ ചേച്ചി, അതൊക്കെ അങ്ങനെ ഇരിക്കും. ചേച്ചി ഇരിക്കുന്നേ. അയ്യോ, എന്തൊരു കഷ്ടകാലാണപ്പാ. അതെ ചേച്ചി, ഇനി മോലെ എന്റെ വീട്ടിൽ ജോലിക്ക് വരണ്ട. അയ്യോ കുഞ്ഞേ, വേണ്ട, അത് ശരിയാവത്തില്ല. അയ്യോ കുഞ്ഞെ, എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്. ഞാൻ എന്ത് തെറ്റിയത്? പോലെ എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കി എന്നെ കസേരയിൽ നിന്ന് പുറത്താക്കും. ഒരു ദിവസം ഞാൻ വരുമ്പോ നിങ്ങൾ ആ കസേര കയറി ഇരിക്കുന്നുണ്ടാവും, ഞാൻ പള്ളിപ്പുറത്താവും. അയ്യോ കുഞ്ഞെ, ഇതുപോലെ 4-5 ലതാകുമാരി ഒന്നുകിൽ നാട് അങ്ങേയറ്റം രക്ഷപ്പെടും, അല്ലെങ്കിൽ കല്ലും നെല്ലും തിരിയാതെ കുത്തുവാ. ഞാൻ പോണു. ശരി, അകത്ത്.
ഇനി അതൊരു നാടകമാണോ? എനിക്കും അതാണ് തോന്നുന്നത്. ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തോ പിശകുകൾ. പക്ഷേ അവര് യഥാർത്ഥ ഉടക്കുന്നയാന്ന് എനിക്ക് തോന്നിയേ. ലത ചേച്ചിയെ പിടിച്ചു മാറ്റിയേ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നത് നാടകമാണോ ജീവിതമാണോന്ന് നമുക്ക് തന്നെ എനിക്കെന്തോ ആ പന്തികേട് തോന്നുന്നു. എനിക്കും അങ്ങനെ കേടും പന്തുകേടും ഒക്കെ പോലെ തന്നെയാ തോന്നിയത്. ഞാൻ വേണമെങ്കിൽ ലത ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, വരട്ടെ. ഞാനും നോക്കട്ടെ. ജയില് കുട്ടി, ആ കുട്ടിയെ കണ്ടോ? കുട്ടിയെ കണ്ടോന്ന്? ആ കുഞ്ഞുഞ്ഞമ്മയുടെ എപ്പോഴും. അയ്യോ, അത് സമ്മതിക്കരുത്, അത് സമ്മതിക്കരുത്, മോശം. അമ്മാവൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. എന്റെ മനസ്സിലാണ് അയാളോ? ആര്? ആ അമ്മാവൻ, ആ ജയനമ്മാവൻ. അയാളുടെ അന്തേ എന്റെ കൈ ഉണ്ടായിരിക്കും, എന്റെ കൈ കൊണ്ട്. പ്രസിഡന്റിന് പലവഞ്ഞനവും പച്ചക്കറിയും വാങ്ങാനുള്ളതല്ല. അല്ല, ഞങ്ങള് പലവഞ്ഞനോ പച്ചക്കറിയോ അല്ല. ഈ വീട് എന്റെ പേരിൽ ഞാൻ ആധാരം ചെയ്ത് വാങ്ങിച്ചെടുക്കും. ഇവിടെ ചോരപ്പുഴ ഒഴുകും, ചോരപ്പുഴ. ചുമന്ന കളർ എന്നെ പേടിക്കുന്ന നീയാണടാ ചോരപ്പുഴ ഒഴുക്കുന്നത്. പാവത്തുങ്ങൾ കഷ്ടം തോന്നുന്നു. അയ്യോ, എനിക്ക് ചിരിച്ചിരിച്ച് ശ്വാസം മുട്ടുന്നു കേട്ടാ. എനിക്ക് ശ്വാസം മുട്ടി എന്നെ ഓടിക്കട്ടെ. ഞാൻ ചോരപ്പുഴ ഒഴുക്കൊന്ന്. ചോരപ്പുഴ അതെ, ഞാൻ മുഖസ്തുതി പറയുന്നത് നിന്റെ പെർഫോമൻസ് ആ ഉടക്കൊണ്ടല്ലേ, അതിലൊക്കെ ലൈഫ് ഉണ്ടായിരുന്നു, ലൈഫ്. ഇങ്ങോട്ടൊക്കെ ഓരോ വാക്കിലും ഓരോ വീഴുമായിരുന്നു. പക്ഷേ ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആണല്ലേ? അതെ, ചെറിയൊരു അത്രേ കരുതിയുള്ളൂ. പക്ഷെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന ജാജ്വലമായ ഒരു പ്രഭാ പ്രസരണമാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞേയില്ല. നിന്റെ ഉണ്ടല്ലോ ഈ കൈയട ആ ചൂടായപ്പോ മിത അതുപോലെ അതൊക്കെ കണ്ടുപിടിക്കണ്ടേ. ആ ലോകത്തിലേക്ക് വഴുതി വീഴാവുന്ന ഒരുപാട് നിമിഷങ്ങൾ നിന്റെ ആ അഭിനയ മുഹൂർത്തത്തിൽ. പക്ഷെ നിങ്ങളത് വരുതിക്ക് നിർത്തി കളയും. അതാണ് സൂണന്റെ അതിനുണ്ടല്ലോ, ഇത് എന്റെ മാത്രം ഒരു പൂർവികരായ ഒരുപാട് സുഹൃത്തുക്കളുടെ അനുഗ്രഹം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം. എന്താ? അടുത്ത പ്രാവശ്യം ഓടിക്കെ ചേട്ടൻ തലങ്ങും വിലങ്ങും ഉടക്കണം. ഓടിക്കെ ചേട്ടന്റെ അഭിനയം എനിക്കൊന്ന് വിസ്മയപ്പെടണം. ഓടിക്കെ ചേട്ടാ, പെടുത്താം, വിസ്മയപ്പെടുത്താം. വരട്ടെ, അതിനൊക്കെ ഒരു സമയം ഉണ്ടെന്ന്. മതി. വാർഷികം അടിപൊളിയായിട്ട് നടത്താനാണ് അവരുടെ പ്ലാൻ. അടിപൊളിയായിട്ട് കാണാം. ലീലാവതി ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ അവള് വിചാരിക്കുന്നത് പോലെ വാർഷികം ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ട, ഇപ്പൊ ലീലാവതി നാത്തൂനായത്. ഒരാൾ എതിർക്കുക അതൊരു ഗുരുത്തമുള്ള കാര്യമാണ്. അതിന് നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അട്ടിമറിക്കാൻ എന്തൊക്കെ ക്കണം, അട്ടിമറിക്കൽ ഏത് രീതിയിലായിരിക്കണം, അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നഗറിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി പറയണം, വാർഷിക പിരിവ് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കാശ് കൊടുക്കരുതെന്ന്. കൊള്ളാം, അത് ആലോചിക്കാൻ പറ്റിയ പ്ലാനാ. അല്ല, വാർഷികത്തിന് വേദിയിൽ ബോംബ് വയ്ക്കുമെന്നൊന്ന് പറഞ്ഞാലേ. ഒരുപാട് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം, ചിലപ്പോ അതിനൊരു എഫക്ട് കിട്ടില്ല. ആരിറക്കിയിട്ടായാലും ഏത് രീതിയിലായാലും നമുക്ക് വാർഷികം പൊളിക്കണം. അതുപോലെ നന്നായി ഫണ്ട് വെട്ടിപ്പും നടക്കും, അതും പിടിക്കണം. പിടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കമ്മീഷൻ തരണമെന്ന് പറയണം. കമ്മീഷൻ തന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു കൊടുക്കാം.
അതൊക്കെ നാട്ടിൽ പാട്ടാവും. ഓ പിന്നെ കമ്മീഷൻ ഇടപാടില്ലാത്ത ഏത് ബിസിനസ്സാണ് ഇവിടെ ഉള്ളത്? വാർഷികാഘോഷ കമ്മിറ്റി രൂപീകരിച്ച് അവര് പിരിവ് തുടങ്ങട്ടെ, നമുക്ക് അപ്പ പ്രതികരിക്കാം. ദേ പ്രസിഡന്റെ, ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട. ഏത് കാര്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. അതിന്റെ ചില ഗുണങ്ങൾ ഞങ്ങൾക്കും വേണം. ഉണ്ടാവും, അതുണ്ടാവും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ദേ പൊടിക്കുഞ്ഞായിരിക്കുമ്പോ മുതൽ സതിമോളെ എനിക്കറിയാം. വാക്കു പറഞ്ഞാൽ അത് വാക്ക അച്ചിട്ട. അപ്പോ വാർഷിക സമ്മേളനത്തിന്റെ കോൺട്രാക്ട് ഞങ്ങൾക്ക് ഇങ്ങ് തരണം. പക്ഷെ അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ. പ്രസിഡന്റ് വിചാരിച്ച മാറ്റാനാണോ പ്രയാസം? അവസാനം കണക്ക് പരിശോധിക്കുമ്പോഴേ പ്രസിഡന്റ് പ്രതിക്കൂട്ടിലാവരുത്. എന്റെ പ്രസിഡന്റ്, ഞങ്ങൾ എല്ലാ കാര്യത്തിലും പ്രൊഫഷണലുകളാ. അനുവദിച്ച് ഗ്രാൻഡ് ഫംഗ്ഷനാ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഒരു കാര്യം, വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഫിലിം സ്റ്റാർ തന്നെ വേണം. അത് ഏ? എന്താ കിട്ടാൻ പ്രയാസമാണെന്ന് ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളേറ്റ്. എങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ആ, അല്ല, ലോകം മൊത്തം കമ്മീഷന്റെ ഇടപാടാ. പ്രതിരോധ ആയുധങ്ങൾക്ക് വരെ കമ്മീഷൻ ഉണ്ട്. അപ്പൊ പിന്നെ വാർഷികത്തിന് ഫണ്ട് തരുമ്പോ അതിൽ നിന്ന് ഒരു ദേ, അമ്മാവാ, ഛേ, അയ്യേ. അല്ല, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടതുപോലെ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ശരി. ഇത്തവണത്തെ വാർഷികം ഗംഭീര പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ. ശരി എന്നാ. ആട്ടെ. കുട്ടി കുട്ടി ഓ കളവനളവി, ക്രിമിയടി അളവി. കുട്ടി പ്ലീസ് എന്റെ വ്യക്തിത്വത്തെ ഹത്യ ചെയ്യാതിരിക്കൂ. കിടന്ന് കിണുകിടാന്ന് പറയാതെ കാര്യം എന്തെന്ന് വെച്ചാൽ പറയാൻ മാവാ. അത് പറയാൻ എനിക്ക് നാണവാ. ഓ എന്നാ നാണിച്ചോണ്ട് ഇവിടെ നിൽക്കേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഓ കുട്ടി ഞാൻ പറയാം കുട്ടി. എന്താ പറയണം? കുട്ടി ഒരു ഐറ്റം അവതരിപ്പിക്കണം. എന്തോന്ന്? വാർഷികത്തിന് കുട്ടി ഏതെങ്കിലും ഒരു ഐറ്റം അവതരിപ്പിക്കണമെന്ന്. മിമിക്രിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന്. ആളുകള് ഓടിച്ചെന്നെ കൂവണത് അമ്മാവന് കാണണമായിരിക്കും അല്ലേ? കൂവന്നോ കുട്ടിയെ? അറിയണമല്ലോ. കുട്ടിയെ കൂവുന്നത് ആരാണെന്ന് എനിക്ക് അറിയണമല്ലോ. ആരാ കൂവുന്നത്? ആർക്കാരാ കുട്ടിയെ കൂവേണ്ടത്? അമ്മാവാ, ആരാ? അയ്യ, അവിടെ നിൽക്കാം അമ്മാവാ. ആർക്കാരാ ഇങ്ങനെ കുട്ടിയെ കൂവേണ്ടത്? ഇരിക്കുന്നത് ആർക്കാരാ കുട്ടിയെ ഓ, അമ്മാവാ, കൂവേണ്ടത്? ഓ, ഇതെന്തോന്ന് കൂത്ത്? ദേ അമ്മാവാ, എനിക്ക് പാടാനും ചാടാനും ഒക്കെ ഉള്ള പ്രായം കഴിഞ്ഞു. ആര് പറഞ്ഞ്? കുട്ടി പ്രായമിരിക്കുന്നത് തൊലിപ്പുറത്തല്ല, മനസ്സിലാണ്. മനസ്സിൽ മനസ്സിനെ എന്നും 16 നിർത്തിയാൽ അടി കൊണ്ട് ഊപ്പാട് വരും അമ്മാവ. പ്രായം മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിന് പാകത കാണിക്കണം. 60കാരന്റെ മനസ്സുണ്ടല്ലോ, 60 വർഷത്തെ പാകത വന്ന മനസ്സായിരിക്കണം. അല്ലാതെ 16കാരന്റെ എടുത്തുചാട്ടം കാണിക്കുന്ന മനസ്സല്ല വേണ്ടത്. കുട്ടി ഞാൻ കാണാത്തതും പറയാത്തതുമായ അർത്ഥതലങ്ങൾ കൊടുക്കരുത്. പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഏതായാലും വാർഷികത്തിന് കുട്ടി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം. മിമിക്രി മതി. ഓ അതിനെനിക്ക് മിമിക്രി അറിഞ്ഞൂടല്ലോ അപ്പൂപ്പ, അല്ല അമ്മാവാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. കുട്ടി ഇത്തവണ വാർഷികത്തിന് മത്സരിക്കണം, 1ാം സമ്മാനം നേടുകയും വേണം.